ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പാർലമെന്റ് അംഗങ്ങൾക്കുമെതിരെ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശക്തമായ ഫലപ്രയോഗമാണ് പോലീസ് അവർക്ക് നേരെ പ്രയോഗിച്ചത്. സമരം ചെയ്ത വിദ്യാർത്ഥികളോടും ക്രൂരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ആവർത്തനമാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ സമരം മുന്നോട്ടു പോകും. വെച്ചുപുറപ്പിക്കാനാകാത്ത കാര്യമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്ലീഡർ നിയമന വിവാദത്തിൽ KSU നേതാക്കളുമായി സംസാരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരാതി കേട്ടു. സർക്കാരിന്റെ ഭാഗം വിശദീകരിച്ചു. മുഖ്യമന്ത്രിയെ ആർക്കും വന്ന് കാണാം. 10,000-കണക്കിന് ആളുകൾ വന്ന് കാണുന്നുണ്ട്. ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുന്നതിലുമധികം ആളുകളെ കാണുന്നുണ്ട്. സംഘടനാ പ്രതിനിധികളെ കാണുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെ മുതൽ പ്രധാനപ്പെട്ടവരെ വരെ കാണുന്നുണ്ട്. ഒരാൾക്കും തന്റെ ഓഫീസ് അനുമതി നിഷേധിച്ചിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തേവര കോളേജിലെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ അലോഷ്യസ് സേവ്യർ അവിടെ നിൽക്കുന്നത് താൻ കണ്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ വേഗം നടന്നു നീങ്ങുകയായിരുന്നു. താൻ നിൽക്കുന്ന ഫ്രെയിമിൽ അദ്ദേഹമുണ്ടെന്ന് പിന്നീടാണ് കണ്ടതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരള സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ചാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാമെന്നാണ് ഇടതു സർക്കാർ ഉത്തരവ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ടാറ്റയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമില്ല. ടാറ്റ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി.ഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.